ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, പോലീസ് യഥാർത്ഥത്തിൽ ഇപ്പൊ കോടതി ഇടപെട്ടതിന് ശേഷമാണ് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തത്. അത് വധശ്രമമാണ്. ഒരാളെ തല്ലിക്കൊല്ലുന്നതിനോ അതിന് പര്യാപ്തമായ രീതിയിലുള്ള മർദ്ദനമാണ്. അത് ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുള്ള മർദ്ദനമാണ്. അത് 307 വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതാണ്. ഇനി അതില്ല എങ്കിൽ തന്നെ 326 7 വർഷം അല്ലെങ്കിൽ അത്രയും വരെ കഠിന ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പോലീസ് ഒരു അന്വേഷണം നടത്തുന്നില്ല. പോലീസ് അന്വേഷണം നടത്തി എവിടെയാ? മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിനകത്ത് പ്രതിഷേധം എന്ന് മുദ്രാവാക്യം വിളിച്ച 2 ചെറുപ്പക്കാർ 34ാമത്തെ ദിവസമാണ് അവര് ഇറങ്ങി വരുന്നത്. എവിടുന്ന്? ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. അവരെ റിമാൻഡ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇവിടെ ഒരു നിയമവാഴ്ചയും നിയമസംഹിതയും അത് തകർന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ CPMകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എന്തും ആകാം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പോലീസ് അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, അവര് തല്ലാൻ ഉപയോഗിച്ച ദണ്ട് അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ദണ്ടിൽ പുരണ്ടിരിക്കുന്ന ചോര അത് ഈ ചെറുപ്പക്കാരുടെ ശരീരത്തിൽ നിന്നാണ്. അതിന്റെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി അതിനാവശ്യമായ എവിഡൻസ് ഈ സംഭവം കണ്ടുനിന്ന ആളുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് തെളിവുകൾ എടുത്ത് അതിനുള്ള കുറ്റപത്രം സമർപ്പിക്കുക. പ്രതികൾ ആ സമയം വരെ അവർ റിമാൻഡിൽ പോകേണ്ട പ്രതികളാണ്. അവർക്കൊക്കെ അവാർഡ് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഇവിടെ സുരേഷ് ബാബു സാറിന്റെ ഒരു ആർഗ്യുമെന്റ് എന്താ? 136 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ യാത്ര നടത്തിയിട്ട് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാർ, ഇത് കേരളമാണ്. ഇത് ഛത്തീസ്ഗഡോ അതല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ചില സ്ഥലങ്ങളോ അല്ലെങ്കിൽ നക്സൽ ഏരിയ ആന്ധ്രാപ്രദേശിന്റെയോ അല്ലെ ഒറീസയുടെ ഭാഗമൊന്നുമല്ല. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും ഒരു വാഹനത്തിൽ ഈ കേരളത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചാൽ ഒരാളും അവർക്ക് നേരെ ഒരു കായികമായ അക്രമവും നടത്തില്ല. ഞാൻ പറയുന്നു, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പകരമായി കേരളത്തിലെ NCCയുടെ കേഡർമാരും SBC പോലീസിന്റെ കേഡർമാരും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും സ്കൗട്ടുകാരെയുമാണ് ഇത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് അവർ ചെയ്യും. കാരണം കേരളത്തിൽ ആരാ മുഖ്യമന്ത്രിയെ വധിക്കാനായിട്ട് ആരെങ്കിലും? പല നക്സലൈറ്റുകളും അങ്ങനെയൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിലില്ലല്ലോ. എവിടെയാണ് സാർ ഇതിന്റെ വാളിച്ച പറ്റിയത്? കല്യാശ്ശേരിയില്, പുതിയങ്ങാടിയില് കരിങ്കൊടി കാണിച്ച 6 പേരെ അവര് കരിങ്കൊടി കാണിച്ചിട്ട് അവർ തിരിച്ചു പോകും. അവരൊന്നും പോലീസ് വാഹനത്തിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടിയല്ല. ഇനി എടുത്തു ചാടാനായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാനോ തടയാനോ കേരളത്തിൽ ആരെങ്കിലും വിചാരിച്ചാൽ പറ്റുമോ? ഒരാള് ആത്മഹത്യാ സ്ക്വാഡായി ഈ വാഹനത്തിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടാനായിട്ട് വന്നാൽ ഈ പോലീസോ എസ്കോട്ടോ ആരെങ്കിലും വിചാരിച്ചാൽ പറ്റുമോ? അങ്ങനെ ഒരാളും വന്നില്ല. നിങ്ങൾ അവിടെ 4 or 5 ചെറുപ്പക്കാർ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞപ്പോ മനുഷ്യത്വരഹിതമായി അവരെ തല്ലിച്ചതച്ചു എന്ന് മാത്രമല്ല, അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് മുഖ്യമന്ത്രി ന്യായീകരിച്ചു. ഞാൻ ചോദിക്കുന്നു, 136 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയിട്ട് ഒരു കരിങ്കല്ലിന്റെ കഷ്ണം ആകെ ഉപയോഗിച്ച ഒരു ആയുധം എന്ന് പറയുന്നത് പെരുമ്പാവൂരിൽ വെച്ച് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ കാലിൽ കിടന്ന ചെരുപ്പ്, അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ വേറെ എവിടെയെങ്കിലും ആയുധമായിട്ട് ആരെങ്കിലും സംഘടിച്ച് ഈ വാഹനത്തിന് നേരെ ഒരു അക്രമം നടത്തിയോ? അങ്ങ് ഇവിടെ സൂചിപ്പിക്കുന്ന 136 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ സഞ്ചരിച്ചിട്ടും ഒരക്രമവും ഉണ്ടായില്ല. ഒരക്രമവും ചെയ്യുന്നവരല്ല സാർ കേരളത്തിലെ ആളുകൾ. ഈ യൂത്ത് കോൺഗ്രസ്സുകാർ എന്താണ്? ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം. ഞങ്ങൾ ബഹിഷ്കരിച്ച ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു സംരംഭം, അതിനെതിരെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ കരിങ്കൊടി വീശി എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ലേ? ആ കരിങ്കൊടി വീശുന്നവനെ മുഴുവൻ അവന്റെ തല തല്ലി പൊട്ടിക്കുക, കൈയും കാലും തല്ലി ഒടിക്കുക, വാഹനം കാലിൽ കയറ്റി വീണ് കിടക്കുമ്പോൾ പിന്നെ അവന്റെ ശിരസിന്റെ കമ്പിയൊടി കൊണ്ട് അടിക്കുക. പോലീസ് നടക്കുന്നതിന്റെ മുമ്പിൽ പോലീസിനേക്കാൾ വലിയ ലാത്തി, അത് ഇരുമ്പ് ദണ്ടും പിടിച്ചുകൊണ്ട് DYFIക്കാരൻ മുണ്ടും മടക്കി കുത്തി നടക്കുക. ഇതൊക്കെ ചില ബാബു ആന്റണി ചിത്രങ്ങളിലും ചില തെലുങ്ക് ചിത്രങ്ങളിലും ഒക്കെ സാർ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതൊക്കെ ഇപ്പൊ കേരളത്തിൽ നമ്മൾ കാണുകയാണ്. അതിനെയൊക്കെ നിങ്ങൾ ന്യായീകരിച്ചിട്ട് പോലീസിന് ഗുഡ് സർവീസ് എൻട്രി